കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ആ പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് രണ്ട് തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ. ഇപ്പോൾ പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറേ നമ്മൾ കൂടികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോൾ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം. എടോ തന്നെ വെറുതെ ഈ ആൾക്കാർ ഹർപ്പിക്കുസെന്ന് വിളിക്കുന്നത്. കാരണം ഇമ്മാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനം നിന്നെ പോലെ വേറെ ഇല്ല. എന്നിട്ട് നീ പറഞ്ഞതിൻ്റെ കുരു പൊട്ടട്ടെ, ആർക്ക് കുരു പൊട്ടുന്നു? ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ കഴിക്കണതാ. നിന്റെ ഉമ്മ ചിലപ്പോൾ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്ത് കാര്യം കിട്ടി എന്നിട്ട് നിന്റെ ഉമ്മാനെ നീ മതം മാറ്റിയോ? അതാണ് ആദ്യത്തെ ചോദ്യം. നിന്റെ ഉമ്മാനെ നിന്റെ വീട്ടുകാരോ നീ മതം മാറ്റിയോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ അരവണ പായസത്തെ കുറിച്ച് പറയാം. ഇന്നും ശബരിമലയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കാം അവർ പറയും ലീവിന് ചിലപ്പോൾ പോകും, ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ പറയാം വരും മരണ പായസം കൊണ്ടുവരണം കേട്ടോ എന്ന്. ഇന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ ആർത്തിയോടെ കഴിക്കുന്ന മുസ്ലിംസാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും. മനസ്സിലായിട്ട് നീ അതിൻ്റെ ഇടയിൽ എന്തിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ? എനിക്കിഷ്ടമാണ് അരവണ പായസം. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിപ്പിച്ച് നീ കുരു പൊട്ടിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. കുരു പൊട്ടൂല. ഇതൊന്നും നീ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്കിരുന്ന് കുരു പൊട്ടുണ്ടാവും, ആൾക്കാർ തമ്മിൽ ചാവാണ്ടിരുന്നിട്ട്. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ഇരുന്നിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അരവണ പായസം പൊക്കി കൊണ്ടുവന്നേക്കാം, ഇങ്ങോട്ട് താടോ ഞങ്ങളൊക്കെ കഴിക്കട്ടത്. നീ ഇരുന്ന് ഇങ്ങനെ കാണിക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ് അരവണ പായസം കൊണ്ടുവന്നിട്ടാവും പറയാ ഹറാമും ഹലാലും പറയാൻ നിൽക്കുന്നു. അത് ശരിക്കും ആ പേരിട്ടോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ കൈച്ചീൻ മനസ്സുകൊണ്ട് ഞാൻ അവരിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ വള ഇട്ട് കഴിഞ്ഞു. അർപ്പിക്കുസൈ.